VR കുറച്ച് മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട്. അത് മാറ്റിയാൽ തന്നെ നമ്മളെ കളി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പൊതുവെ VR ചെയ്യുന്ന 5 മിസ്റ്റേക്കുകളെ പറ്റിയാണ്. ഇത് നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മളെ VR റാങ്ക് പുഷ് ചെയ്യുന്നത് കുറച്ചും കൂടി സുഖമാവും. അതിലെ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലെയിനിൽ നിന്ന് അപ്പാടെ ഇറങ്ങി വന്ന പാടെ നമുക്ക് ഒരു ഗണ്ണ് കിട്ടിയാൽ സ്പോട്ടിൽ നമ്മൾ റഷ് ചെയ്യും. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അപ്പോഴത്തേക്കും ആ എനിമി എല്ലാം എടുത്ത് സെറ്റ് ചെയ്തിട്ട് നല്ല ലൂട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ ഒരു ഗണ്ണ് മാത്രം എടുത്ത് പോയാൽ എനിമി എന്തായാലും നമ്മളെ പെട്ടിയാക്കും. അതുകൊണ്ട് എന്തായാലും അപ്പണിക്ക് നിൽക്കുക. ഇനി അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളെ തൊട്ടടുത്തൊരു എനിമി ഇറങ്ങുകയോ അല്ലെങ്കിൽ നമ്മളെ തേടി ഒരു എനിമിയെ വരികയോ ചെയ്താൽ മാത്രമേ നമ്മളങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് നമ്മൾ സോണിൽ തന്നെ നിൽക്കുക എന്ന് വെച്ചാൽ. സോണിൽ നിൽക്കുക എന്നത് മിസ്റ്റേക്കായി ഞാൻ പറയാൻ കാരണം, ഒന്നാമത് സോണിൻ്റെ ഒക്കെ കുറച്ച് ഡാമേജ് ഉണ്ടാവും. അതുപോലെ തന്നെ സോണിൻ്റെ അടുത്ത് കുറേ എനിമീസിനെ കാണാം. അപ്പോൾ സോണിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ മുമ്പോട്ടേക്ക് കൊടുക്കുമ്പോൾ അപ്പുറത്ത് എനിമീസിൻ്റെ വക വേറെ അടിയും കിട്ടും. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ഒരിക്കലും താങ്ങാനാവില്ല. അപ്പോൾ തന്നെ നമ്മളെ കാര്യം അതോടുകൂടി കട്ടപ്പുകയാണ്. അതുകൊണ്ടൊരിക്കലും നമ്മൾ സോണിൻ്റെ ഭാഗത്ത് നിൽക്കരുത്. സോണിൻ്റെ കുറച്ച് മുമ്പോട്ടായി ഒരു ലോങ് റേഞ്ച് ഗണ്ണും പിടിച്ച് നിന്നാൽ കുറേ എനിമീസിനെ കാണാം. ആ എനിമീസിനെ അതെടുത്ത് പൊട്ടിയാക്കാം. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു എനിമിയെ ഫോളോ ചെയ്യുക എന്നതാണ്. കാരണം നമ്മൾ അഥവാ ഒരു എനിമിയെ കണ്ടാൽ ആ എനിമിയുടെ പിറകെ തന്നെ നമ്മൾ ഓടും. എന്നാൽ ആ എനിമിയുടെ ബാക്കിൽ തന്നെ ഓടി അവസാനം നമ്മൾ ഒരു പക്ഷി എത്തുക അവരുടെ എല്ലാ ടീമേറ്റ് കൂടി ഒപ്പരം നിൽക്കുന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനാവുകയില്ല. അതേപോലെ തന്നെ നമ്മൾ ഇനി സോളായിട്ട് കളിക്കുന്നതെങ്കിൽ എനിമിയുടെ ബാക്കിൽ തന്നെ ഓടിയാൽ എനിമി പെട്ടെന്നൊരു സ്ഥലത്ത് സ്റ്റോപ്പായി നിൽക്കുകയും പെട്ടെന്ന് ബാക്കിലേക്ക് അടിക്കുകയും ചെയ്താൽ നമുക്കൊന്നും ചെയ്യാനാവുകയില്ല. അതുകൊണ്ട് നമ്മൾ അപ്പണിക്ക് നിൽക്കരുത്. നാലാമത്തെ മിസ്റ്റേക്കാണ് നമ്മൾ കണ്ടിന്യൂസ് ആയി ഫയർ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മളതിൽ MP40 അങ്ങനെ ഏതെങ്കിലും ഗണ്ണുള്ളതെങ്കിൽ തന്നെ നമ്മളൊരിക്കലും കണ്ടിന്യൂസ് ആയി ഫയർ ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആക്യുറസി കുറയുകയും നമ്മളൊരു 10 ബുള്ളറ്റൊക്കെ ഫയർ ചെയ്താലും അതൊക്കെ എനിമിയുടെ അങ്ങേരത്ത് എയിം ലോക്ക് ആവുക. വെറും 2 3 ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിനും ഒരു ഗ്ലൂ ഇടുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും മാറുകയോ ചെയ്യുക. അല്ലാതെ കണ്ടിന്യൂസ് ആയി നമ്മൾ ഫയർ ചെയ്യരുത്. മറ്റൊരു മിസ്റ്റേക്കാണ് നമ്മൾ ലൂട്ടെടുക്കുമ്പോൾ നമ്മൾ നിന്നുകൊണ്ട് ലൂട്ടെടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ആൾ സ്നൈപ്പർ എടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സ്കോപ്പ് ചെയ്ത് സ്പോട്ടിൽ പോകും. അതിന് പകരം നമ്മൾ ഇരുന്ന് എടുക്കുക അല്ലെങ്കിൽ ചുറ്റിത്തിരിഞ്ഞിട്ടോ ആ ഒരു നിലക്കൊക്കെ ആയിട്ട് നമ്മൾ ലൂട്ടെടുക്കുക. ഇത്രയും മിസ്റ്റേക്സാണ് പൊതുവെ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ള